ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മെർച്ചൻ്റ് നേവിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ലേ, ഒരു കുട്ടി വ്ളോഗാണ്. ഞാൻ കുറച്ച് ദിവസം മുന്നേ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മെർച്ചൻ്റ് നേവിയുടെ ആയിരിക്കും. ഈ വീഡിയോ എല്ലാവരും ഇന്നൊന്ന് കണ്ടു നോക്കണേ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാനും മോളും അമ്മയും കൂടി രാവിലെ തന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടേ. അമ്മേൻ്റെ വീട്ടിൽ ഇരുനാവിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. കാണുമെന്ന് പറയുന്നത് ഏകദേശം അമ്മമ്മ മോളെ കണ്ടിട്ട് 4-5 മാസമായിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നതും കുറവാണ്. പിന്നെ അമ്മമ്മക്കും ഇങ്ങോട്ട് അങ്ങനെ വരാൻ പറ്റില്ല. അമ്മമ്മക്ക് ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നം, വോമിറ്റിങ്, വണ്ടിയിലൊന്നും കയറാൻ പറ്റില്ല, വോമിറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് അമ്മമ്മയും വരാറ് കുറവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോകാമെന്ന് കരുതി. അപ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കളരിയിലും ഉത്സവമാണ്. അപ്പോൾ അതും കൂടി തെയ്യം നടക്കുന്നതുകൊണ്ട് അതുകൂടി കാണാമെന്ന് കരുതിയിട്ട് നമ്മൾ രാവിലെ തന്നെ ഒരു 8:30 ആയപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാ വളപട്ടണം പാലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നെന്തോ ഞായറാഴ്ച ആയതുകൊണ്ട് ട്രാഫിക് കുറവാണ്. വലിയതായിട്ട് ട്രാഫിക്കൊന്നും കാണുന്നില്ല. ഇല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് പാപ്പിൻശ്ശേരി വഴിയാണ് പോകുന്നത്. ഇവിടെയാണ് കാട്ടിലപ്പള്ളി ഉത്സവം നടക്കുന്നത്. ജനുവരി ഫെബ്രുവരി ടൈമിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്നതാണ് ഇവിടെ. ഇത് കാട്ടിലപ്പള്ളി അഥവാ 3 പെറ്റുമ്മ പള്ളി എന്നാണ് പറയുന്നത്. പിന്നെ ഇതാണ് ആ പള്ളി ഇരുന്നത്. അങ്ങനെ നമ്മൾ പാപ്പിൻശ്ശേരി പാലത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഈ പാലം വന്നിട്ട് ഇപ്പോൾ ഒരു 7-8 വർഷമായി. അതിന് മുന്നേ ഈ പാലം ഇല്ല കേട്ടോ. താഴെ ട്രെയിന് പോകുന്ന ആ ഒരു റെയിലിൻ്റെ അതിലൂടെ തന്നെയാണ് നമ്മളെ വണ്ടിയൊക്കെ പോകുന്നത് എപ്പോഴും. ആ സമയത്ത് ഗേറ്റ് ക്ലോസ് ചെയ്യും. ഇപ്പം പിന്നെ താഴെ ട്രെയിനായിട്ടായി, മുകളിൽ നമ്മുടെ സാധാ വാഹനങ്ങളൊക്കെ പോകാനായി. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് അമ്മേൻ്റെ വീട് വരുന്നത്. ഞാൻ കരുതിയ പോലെ തന്നെ അമ്മമ്മ മോളെയും കാത്ത് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിട്ടുണ്ട്, വന്നപാടെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയം വീട്ടിൽ നിന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയി, കാരണം നട അടക്കുന്നതിന് മുന്നേ അവിടെ എത്തണം. അപ്പോൾ മാമൻ ഒരു തവണ പോയി അമ്പലത്തിൽ, എന്നിട്ട് മോളെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ആ മാമ മോളെയും കൂട്ടിയിട്ട് നേരെ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചൊയ്ലി ഭഗവതി അമ്പലം. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപാട് നമ്മൾ നേരെ കളരിക്ക് പോയിട്ടുണ്ട്, കളരിയിൽ തെയ്യം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ചിട്ടമ്മ ഇറങ്ങി നിൽക്കുന്ന സമയമായിരുന്നു. കുറേ തെയ്യങ്ങൾ ഇറങ്ങി നിന്നിട്ടുണ്ട്. ശാസ്തപ്പൻ, ഗുളികൻ, വിഷ്ണുമൂർത്തി, ഭൈരവൻ, അങ്ങനെ കുറേ തെയ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് അവിടെ എത്തിയ ടൈമിൽ ഉച്ചിട്ടമ്മ ഇറങ്ങിയിട്ടായിരുന്നു ഉണ്ടായത്. കാവിൻ്റെ മുന്നിൽ നിന്ന് തെയ്യം, അതായത് ഉച്ചിട്ടമ്മ ഇറങ്ങിയ ഉടനെ പിന്നെ ഇവിടെ ഈ ഒരു തീകനലിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അവിടെ കാണാൻ നിന്ന് ആൾക്കാരെടുത്ത് ചിരിച്ച് കളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുവേ. അവിടെ നിന്ന് ഇറങ്ങിയ തെയ്യങ്ങളെയൊക്കെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചുവേ, മോളെയും കൂട്ടി പോയിട്ട്. അതിനുശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം വെയിലത്തൊക്കെ നിന്നപ്പോൾ തന്നെ നല്ല ചൂടോടുകൂടിയാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത്. അപ്പോഴേക്കും മാമൻ്റെ വക ഷെയ്ക്ക് റെഡി ആയിരുന്നു. നമ്മൾ വരുന്നത് അറിഞ്ഞിട്ട് മാമൻ ഇന്നലെ തന്നെ ചക്കേനെ കൊണ്ട് ഷെയ്ക്ക് അടിച്ച് വെച്ചിട്ടുണ്ട്. മാമൻ നല്ലൊരു ഷെയ്ക്ക് സ്പെഷ്യലിസ്റ്റാണ്. എന്ത് ഫ്രൂട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് മാമൻ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കും. പുറത്തുനിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷേ ടേസ്റ്റിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വേറൊന്നും ആഡ് ചെയ്യലില്ല കേട്ടോ. നല്ല ഹെൽത്തിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എപ്പോൾ വന്നാലും മാമൻ്റെ വക ഒരു ഷെയ്ക്ക് അത് നിർബന്ധം. അങ്ങനെ ഒരു ഗ്ലാസ് ഷെയ്ക്ക് കുടിച്ചു. അത് കഴിഞ്ഞ് മോളോട് കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് എനിക്ക് പെട്ടെന്ന് വീണ്ടും ചൂട് കൂടിയ പോലെ തോന്നി. അപ്പം ഞാൻ വീണ്ടും നേരെ വന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഗ്ലാസ് ഷെയ്ക്ക് കൂടി എടുത്ത് കുടിച്ചിട്ടുണ്ട്. മാമൻ ഷെയ്ക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുമിച്ച് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുവേ. കുറച്ച് ഷെയ്ക്ക് ആക്കും, പിന്നെ കുറച്ച് കുൽഫി ഐസ്ക്രീം ഇല്ലേ അങ്ങനെ ആക്കും. അപ്പം നമ്മൾ വരുന്നത് കൊണ്ട് കുറച്ചധികം തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കാൻ പറ്റി കേട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്ത് വന്നിരുന്നിട്ടുണ്ട്. മോളെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു അമ്മയും കൂടിയിട്ട്. അമ്മമ്മക്ക് പിന്നെ മോള് വന്നതിന് ശേഷം മോളെ ചുറ്റിപ്പറ്റി തന്നെയാണ് നടക്കുന്നുണ്ടായത്. നമ്മളിവിടെ ഒരു 8:45 ആകുമ്പോഴാണ് എത്തിയത്. അപ്പോൾ അമ്മമ്മ ഭക്ഷണം കൂടി കഴിച്ചിട്ടുണ്ടായിട്ടില്ല. എന്നിട്ട് നമ്മൾ കാവിലേക്ക് പോകുന്നത് വരെ അമ്മമ്മ മോളെ കൂടെ തന്നെ ഉണ്ടായത്. നമ്മൾ കാവിലേക്ക് പോയതിന് ശേഷമാണ് അമ്മമ്മ ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പോൾ അത്രയും ഭക്ഷണം പോലും കഴിക്കാതെയാണ് മോളെ കൂടെ കളിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ പുറത്തിരിക്കുമ്പോൾ നല്ല കാറ്റാണ് കേട്ടോ. വയലൊക്കെയാണല്ലോ, അപ്പോൾ നല്ല കാറ്റ് വരും. പിന്നെ ഈ ഒരു റൈറ്റ് സൈഡിൽ, നമ്മളെ വീടിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ വയലൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മൾ പണ്ട് കളിച്ചതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഞാൻ അവിടെ നിന്നാണ് കളിക്കുകയൊക്കെ ചെയ്യാറ്. അത് കഴിഞ്ഞത് ഒരു ഉച്ചയായപ്പോഴും ഞാനും മാമനും കൂടിയിട്ട് നേരെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തല്ല കുറച്ച് പോണേ ചെറുകുന്ന് അന്നപൂർണേശ്വരി അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മക്ക് അവിടെ ഊട്ടിന് അരി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൊടുത്ത് അവിടുന്ന് ഭക്ഷണം കൂടി കഴിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ നല്ല വെയിലാണ്, നല്ല ഉച്ച
സമയത്ത് നല്ല പൊരി വെയിലാണ്, ഇപ്പോഴത്തെ ചൂടും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളെ സ്കൂട്ടിയിൽ വരുന്നത് കൊണ്ട് നമ്മൾ കൂട്ടിയിട്ടില്ല, ഞാനും മാമനും കൂടി മാത്രമാണ് വന്നത്. വേഗം കഴിച്ചിട്ട് വേഗം പോകാമെന്ന് എഴുതിയിട്ട് അപ്പോഴേക്ക് തന്നെ ഏകദേശം ഒരു 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാമൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇവിടെ വിഷുവിളക്കിനാണ് ഉത്സവം വരുന്നത്. വിഷു ടൈമാണ് ഉത്സവം നടക്കുന്നത്. 7 ദിവസത്തെ ഉത്സവം, വെടിക്കെട്ടോടു കൂടിയുള്ള ഉത്സവമാണ്. ഓരോ ദേശക്കാരെ വക ഇരണാവ്, കണ്ണപുരം, പറശ്ശിനി, അങ്ങനെ ഓരോ ദേശക്കാരെ വക തന്നെ ഇവിടെ വെടിക്കെട്ട് നടക്കുന്നുണ്ട്. കാഴ്ച വരവോടു കൂടിയാണ് ഇവിടെ വെടിക്കെട്ട് നടക്കുന്നത്. അതായത് ഉത്സവത്തിൻ്റെ സമയത്ത് ഓരോ ദേശക്കാർ ചെറുകുന്ന്, ഇരണാവ്, കണ്ണപുരം, പറശ്ശിനി ഇത്രയും ദേശത്തുനിന്ന് ഇവിടത്തേക്ക് കാഴ്ച കൊണ്ടുവരും. അന്നത്തെ ദിവസമാണ് രാത്രി ആദ്യത്തെ ദേശക്കാരെ വക വെടിക്കെട്ടും കൂടി ഉണ്ടാവുന്നത്. അപ്പം നമ്മളിതാ അമ്പലത്തിലേക്ക് സാധനങ്ങൾ കൊടുത്തിട്ട് വരുമ്പോഴേക്ക് ഏകദേശം സീറ്റൊക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്ന സ്ഥലമുണ്ട്. അവിടെയൊക്കെ നിറച്ചു ആളായതുകൊണ്ട് നമ്മളിതാ ഇവിടത്തേക്ക് പുറത്തേക്ക് കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇല ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ സമയം കാത്തു നിന്നിട്ടുണ്ടായിരുന്നു ഇലക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇല ഇട്ടു. ഇല കഴിഞ്ഞ് കുറച്ച് സമയം കാത്തിരുന്നിട്ട് നല്ല പാൽപ്പായസം വന്നിട്ടുണ്ട്. സാധാരണ പാൽപ്പായസം എല്ലാം ഉണ്ടാവില്ല, അരിപ്പായസമാണ്. നമ്മൾ പോയെന്ന് നല്ല രസമുള്ള അരിപ്പായസം കിട്ടിയിട്ടുണ്ട്. അത് കഴിച്ച് തീരുമ്പോഴേക്ക് നമ്മുടെ ചൂട് ചോറും സാമ്പാറും കായ്ക്കറി പിന്നെ നാരങ്ങ അച്ചാറും കൂടി വന്നിട്ടുണ്ട്. അമ്പലത്തിലെ ഭക്ഷണം ആ ഒരു ചൂടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചെറുകുന്ന് അമ്പലത്തിൽ 2 പ്രതിഷ്ഠയാണ് വരുന്നത്, അന്നപൂർണേശ്വരി അമ്മയും ശ്രീകൃഷ്ണ ഭഗവാനും. അന്നപൂർണേശ്വരി അമ്മയുടെ സഹോദര സ്ഥാനത്താണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയുള്ളത്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വീട്ടിന് അരിയും സാധനങ്ങളും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിക്കുക മാത്രമല്ല വീട്ടിലേക്ക് വേണമെങ്കിൽ എടുക്കാനും പറ്റുമേ. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ എടുക്കുന്നുണ്ട്. ഞാനും മാമനും കൂടി പോയിട്ട് പാത്രം എടുത്തിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പാത്രം എടുത്തിട്ടായിരുന്നു പോയത്, അമ്മക്കും അമ്മമ്മക്കും കൂടി വേണ്ടിയിട്ട്. അങ്ങനെ ചോറും കറിയും പായസമൊക്കെ എടുത്തിട്ട് നമ്മളും വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഉത്സവ സമയത്ത് വെടിക്കെട്ട് നടക്കുന്നതാ ഇവിടെയാണ്. അങ്ങനെ ഇതാ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ അമ്മക്കും അമ്മമ്മക്കും കൊടുത്തു, അവരും കഴിച്ച്. നമ്മളിങ്ങനെ മോളെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാമൻ്റെ 2-3 ഫ്രണ്ട്സ് വന്നത്. അപ്പം നമ്മൾ നോമ്പ് സമയത്താണ് ഈ പോയിട്ടുണ്ടായത്. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ അവർ വരുമ്പോൾ മാമന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. പത്തല്, പിന്നെ മുട്ട കൊണ്ടുണ്ടാക്കിയൊരു കേക്ക്, പിന്നെ ഒരു മുട്ട കൊണ്ടുണ്ടാക്കിയൊരു ബോണ്ട പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതെനിക്ക് അങ്ങനെ തോന്നിയത്. പപ്സിൻ്റെ ഫില്ലിങ്സ് മുട്ടയൊക്കെ കണ്ടിരുന്നു, പക്ഷേ റൗണ്ട് ഷേപ്പാണ്. പിന്നെ കായടയും. അപ്പോൾ മാമൻ അധികം ഇതുപോലെ തന്നെ മാമൻ്റെ സ്കൂൾ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ വാട്സപ്പൊക്കെ തുടങ്ങിയിട്ട് അതിലൊക്കെ ഫ്രണ്ട്സ് ആയതിനു ശേഷം ഇങ്ങനെ ഓണത്തിൻ്റെ സമയത്ത് വിഷുവിൻ്റെ സമയത്തൊക്കെ മാമനും അതുപോലെ മറ്റുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, ആൾക്കാർ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ മാമൻ കിട്ടിയ സാധനങ്ങളാണിത്. പിന്നെ നമ്മളിതാ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇതാ പുറത്തിരിക്കുകയെന്ന്. അമ്മമ്മ അപ്പോഴും മോളെ കൂടെ തന്നെയാണ്, മോളെ കളിപ്പിച്ചുകൊണ്ട് തന്നെയാണുള്ളത്. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മമ്മക്ക് നല്ല വിഷമമുണ്ടായിരുന്നു നമ്മൾ വരുന്നതിൽ. പിന്നെ വേറൊരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.